സരിദാസ്, ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതുപോലെ നോക്കൂ, കോർപ്പറേറ്റുകൾ കൂറുമാറുന്നു എന്നുള്ള അവസ്ഥ, സത്താ മാർക്കറ്റ് എന്ന് പറയുന്ന വിഷയം, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടിവ്, ഇതൊക്കെ തന്നെയും ആത്യന്തികമായ ചില ട്രെൻഡുകളായിട്ട് കാണാം. നോക്കൂ, ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ, സാധാരണഗതിയിൽ ബി ജെ പിയുടെ ഒരു ഇടിവൊന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു പത്ര, ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റോറിയൽ എന്താണെന്നറിയാമോ കെ വി എസ്? ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാകുമെന്നാണ്, ബി ജെ പിക്ക് പകുതിയോളം സീറ്റ് നഷ്ടപ്പെടുമെന്നാണ്. അല്ലല്ല നികേഷേ, ഇതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ബി ജെ പിയിലെ നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തു, ബി ജെ പി ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നു. എൻ്റെ അനിൽകുമാറെ, ഞങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ 2014 മുതൽ ഞങ്ങൾക്ക് അതിനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2019 ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള സമയത്തൊക്കെ. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടൊന്നുമല്ല പലതും ചെയ്തിട്ടുള്ളത്. അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള ഭൂരിപക്ഷവും ഞങ്ങൾക്കുണ്ടായിരുന്നു. ചെയ്തതുപോലെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. രാജ്യസഭ ഇപ്പോഴും ഭൂരിപക്ഷം ഇല്ല. പൂർത്തിയാക്കട്ടെ. രാജ്യസഭയിൽ ഇപ്പോഴും ഭൂരിപക്ഷം ഇല്ല. ഭരണഘടനാ ഭേദഗതിക്ക് രാജ്യസഭയിൽ ഇപ്പോഴും ഭൂരിപക്ഷം ഇല്ല. രാജ്യസഭയില് അല്ലല്ല രാജ്യസഭയില് ഞങ്ങള് ബില്ലുകൾ പാസ്സാക്കിച്ചിട്ടുണ്ട്, വോട്ടിനിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആളുകളുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് 2014-ലും 2019-ലും ഞങ്ങൾക്ക് വേണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 3/2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാണ്. അവിടെയാണ് അനിൽകുമാർ ചേർത്തത് നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം പോലും രാജ്യസഭയിൽ ഇപ്പോഴും ഇല്ല എന്ന്. അല്ലേ, ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആളുണ്ടായിരുന്നു നികേഷേ. ഞങ്ങൾ എത്ര ബില്ലുകൾ പാസ്സാക്കി, ബി ജെ ഡി ഉൾപ്പെടെ എത്ര പാർട്ടികൾ ഞങ്ങളെ നിലപാടിനൊപ്പം നിന്നില്ലേ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും? അന്നൊന്നും ഞങ്ങൾക്ക് അവിടെ പാസ്സാക്കി എടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. 370-ന്റെ കാര്യത്തിൽ പോലും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭരണഘടന അട്ടിമറിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 14-ൽ കഴിയുമായിരുന്നു, 19-ൽ കഴിയുമായിരുന്നു. അത്തരം പേപ്പിരാട്ടി കാട്ടി ജനങ്ങളെ ഭീഷണിപ്പെടുത്താമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ജനങ്ങൾ നിങ്ങളെക്കാൾ ബോധവാന്മാരാണ്, ഒരു സംശയം ഉണ്ടാക്കാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം കെ വി എസ്. ഈ ചർച്ചയിൽ നമ്മളെക്കാളും ഒക്കെ നല്ല ബോധവാന്മാരാണ്. കാരണം അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധിയെ വീട്ടിലിരുത്തിയ ജനതയാണ് ഈ ജനത. നമ്മളൊക്കെ മലയാളികൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന് കരുതിയിരിക്കുമ്പോൾ കേരളം 20 സീറ്റ് കൊടുത്ത ഇപ്പോൾ ഉത്തർപ്രദേശ് അടക്കമുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ദിരാഗാന്ധിയെ വീട്ടിലിരുത്തിയതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയോടുകൂടി നോക്കാവുന്ന ഒന്ന് തന്നെ ആയിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്.